guys, welcome to my YouTube channel, The Pharmacy by Roshni. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒരു കരിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിനെ കുറിച്ചാണ്. എന്താണ് മെഡിക്കൽ അല്ലെങ്കിൽ എന്താണ് പാരാമെഡിക്കൽ എന്നുള്ള ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വല്ല ഡൗട്ടും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കിയിട്ട് മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. കാരണം ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരാമെഡിക്കൽ കോഴ്സിന്റെ ലിസ്റ്റുകളാണ്. നിലവിൽ കേരളത്തിൽ നമുക്ക് ഏതൊക്കെ പാരാമെഡിക്കൽ കോഴ്സസിന് പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു കോഴ്സുകളുടെ ലിസ്റ്റും ആ കോഴ്സുകൾ എന്തൊക്കെയാണ് എന്നും ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു വെക്കാനായിട്ട് പോവുകയാണ്. 2023 ഈ കോഴ്സുകളെല്ലാം നമ്മുടെ കേരളത്തിൽ നിലവിൽ ഉണ്ടായിരുന്നത്. പുതിയതായിട്ട് ആഡ് ചെയ്ത കുറച്ച് കോഴ്സും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയുന്നതിന് മുൻപ് എങ്ങനെയാണ് പാരാമെഡിക്കൽ കോഴ്സസിനുള്ള അഡ്മിഷൻ നമ്മൾ നോക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനായിട്ട് നിങ്ങൾ LBS അപ്ലൈ ചെയ്യേണ്ടത്. LBS എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് കേരളത്തിൽ നിലവിൽ പാരാമെഡിക്കലിന്റെ ഡിപ്ലോമ, ഡിഗ്രി അതുപോലെ തന്നെ മറ്റു കുറേ കോഴ്സുകളുടെയും അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ 12th മാർക്ക് ബേസ് ചെയ്തിട്ടാണ് ഇതിലെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് യാതൊരുവിധ എൻട്രൻസ് ടെസ്റ്റുകളും നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ട് വരുന്നില്ല. നമ്മൾ ഓൾറെഡി 10th കഴിഞ്ഞപ്പോൾ 11th അഡ്മിഷന് വേണ്ടിയിട്ട് ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളും ഒരുപാട് അപ്ലിക്കേഷൻസും ഒക്കെ കൊടുത്തിരുന്നു. അതുപോലെ ഒരു പ്രൊസീജിയർ തന്നെയാണ് LBSനും കൊടുക്കാനുള്ളത്. ഇതിന് ഒരു ഫീയും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ അഡ്മിഷൻ ടൈം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ LBS പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് എന്തൊക്കെയാണ്, നിങ്ങൾ നിലവിൽ കേരളത്തിൽ ഏതൊക്കെ കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് 2023 കോഴ്സ് ലിസ്റ്റ് പ്രകാരമാണ് പറയാൻ പോകുന്നത്. ഇതിൽ മാറ്റങ്ങൾ വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള കോഴ്സിനെ എടുത്ത് മാറ്റമല്ല, മറിച്ച് പുതിയതായിട്ട് പല കോഴ്സുകളും ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നിലവിൽ 13ഓളം കോഴ്സാണ് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ ആദ്യത്തെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc നഴ്സിംഗ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. കാരണം ഇതിൽ ഒരുപാട് പേര് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഡോക്ടർ എന്നുള്ള ഒരു കാറ്റഗറി കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ പിന്നെ ഒരുപാട് പേര് നഴ്സിങ്ങിനാണ് നോക്കുന്നത്. കാരണം BSc നഴ്സിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അറിയാലോ, ഫോറിനിലൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ ഫുൾ ഒരു 98% സ്കോർ ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലായിട്ടും BSc നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിന് നോക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ പേടിപ്പിക്കാനായിട്ട് പറഞ്ഞല്ല, ബട്ട് ആ ഒരു കോഴ്സിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡാണ് ഞാൻ പറയുന്നത്. BSc നഴ്സിംഗിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, ഫോറിനും എല്ലാവരുടെയും നല്ല സ്കോപ്പ് ഉള്ള ഒരു കോഴ്സാണ് നഴ്സിംഗ്. അത്രയേ ഉള്ളൂ, അല്ലാതെ പുതിയതായിട്ട് കാര്യങ്ങളൊന്നുമില്ല. അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സെക്കൻഡ് കോഴ്സ് എന്ന് പറയുന്നത് BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ്. ലബോറട്ടറി ടെക്നീഷ്യൻസിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും ഡെയിലി ലൈഫിൽ കാണുന്നത് തന്നെയാണ്. ഒരു ലബോറട്ടറി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ലാബ്, ഹെമറ്റോളജി ലാബിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ലാബിലായിക്കോട്ടെ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ പെർഫ്യൂഷൻ ടെക്നോളജി ആണ്. പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി അല്ലെങ്കിൽ ലങ്സ് പോലുള്ള ഓർഗൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന പാരാമെഡിക്കൽ വിഭാഗത്തിലുള്ള ഒരു ആളുകളാണ്. ഇവർ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഇങ്ങനെ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗൻസ് ആണ് ഈ ലങ്സ് അല്ലെങ്കിൽ കിഡ്നി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെയാണ് കൂടുതലായിട്ടും ഇവരെ കാണാനായിട്ട് സാധിക്കുന്നത്. സാധാരണ ക്ലിനിക്കിലും കാര്യങ്ങളിലൊക്കെ ഇവർ ഉണ്ട് എങ്കിൽ പോലും എല്ലാവരുടെയും അത്ര കോമൺ ആയിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു ജോബിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ തന്നെയാണ്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് BSc ഒപ്റ്റോമെട്രി ആണ്. BSc ഒപ്റ്റോമെട്രിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. കൂടുതലായിട്ടും ഈ കണ്ണട അല്ലെങ്കിൽ കണ്ണട റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ ഒപ്റ്റോമെട്രിസ്റ്റുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവർക്ക് കണ്ണിന്റെ കാഴ്ച പരിശോധിക്കാനും അതുപോലെ തന്നെ ഏത് ലെൻസ് വേണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു കഴിവും കൂടിയിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്കും നമ്മുടെ ഐ ഹെൽത്ത് അല്ലെങ്കിൽ ഐ വിഷനിൽ വലിയൊരു പങ്കാണ് ഇവർ വഹിക്കുന്നത്. ഇതും വളരെ വളരെ ഒരു സ്കോപ്പ് ഉള്ള ഒരു കോഴ്സ് തന്നെയാണ്. അപ്പോൾ അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നീഷ്യൻ ആണ്. മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ കാണുന്ന എക്സ്റേ അല്ലെങ്കിൽ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഈ റേഡിയോളജിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ്. നല്ല സാലറി ഒക്കെ കിട്ടുന്ന ഒരു ഫീൽഡാണ് ഈ റേഡിയോളജിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. എല്ലാ ഹോസ്പിറ്റലിലും ഫാർമസി അതുപോലെ തന്നെ നഴ്സസ് അതുപോലെ തന്നെ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെയാണ് റേഡിയോളജി
റേഡിയോളജിക്കൽ ടെക്നീഷ്യൻസും. കാരണം എല്ലാ ലാബുകളിലും ഒരു സ്കാനിങ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എല്ലാ ഹോസ്പിറ്റൽസിലും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ ആയാലും ഫോറിനിലായാലും നല്ല സാലറി പാക്കേജിലുള്ള ജോബ് കൂടി കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ല സ്കോപ്പുള്ള ഒരു കോഴ്സ് തന്നെയാണ് മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി എന്ന് പറയുന്ന കോഴ്സാണ്. ഈ കോഴ്സും ഡിഗ്രി പ്രോഗ്രാം തന്നെയാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളും ഡിഗ്രി പ്രോഗ്രാം ആണ്. ഇതും ഒരു ഡിഗ്രി പ്രോഗ്രാം തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ കേൾക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ പറ്റാതെ വരുന്ന ആ ഒരു അവസ്ഥയിൽ ആളുകൾക്ക് സംസാരിക്കാനുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ ഹിയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ് ഈ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി എന്ന് പറയുന്ന കോഴ്സിലുള്ള ആളുകൾ ചെയ്യുന്നത്. ഇത് പ്രൈവറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വലി ആയിക്കോട്ടെ ഒരുപാട് നമുക്ക് സ്കോപ്പുള്ള, അതുപോലെ ഫോറിനിലായിക്കോട്ടെ എല്ലാവിടെയും നല്ല സ്കോപ്പുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഇത്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനൊക്കെ ആളുകൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. പണ്ടത്തെ പോലെ ഒരുപാട് ഇതൊക്കെ ആലോചിച്ച് വീട്ടിലിരിക്കുന്ന ആളുകളല്ല. ഇപ്പം എല്ലാത്തിനും ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ തേടി പോകുന്നത് കൊണ്ട് തന്നെ ഇവരുടെ അവൈലബിലിറ്റിയും അതുപോലെ തന്നെ ഇവരുടെ ഡിമാൻഡും അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് BSc ഫിസിയോതെറാപ്പിയാണ്. BSc ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് പേഴ്സൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ള ആളുകളായിക്കോട്ടെ ഇവർക്കൊക്കെ പിന്നീട് ഒരു റീഹാബിലിറ്റേഷൻ എന്നുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള ബോഡി അനക്കാനും കാര്യങ്ങൾ നടക്കാനും ഒക്കെ ആയിട്ടുള്ള നമുക്ക് ഓരോ എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആളുകളാണ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഇമ്പോർട്ടൻസും വളരെ അധികം തന്നെയാണ്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെതാണ്. BSc ഒക്യുപേഷണൽ തെറാപ്പി. ഈ കോഴ്സിനും ഫിസിയോതെറാപ്പിക്കും ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ എങ്കിൽ പോലും ഇതിന് നല്ല രീതിയിലുള്ള വ്യത്യാസം അവരുടെ ഒരു ഫീൽഡ് എന്നുള്ള നിലയ്ക്ക് ഉണ്ട്. അതുപോലെ തന്നെ അവർ പഠിക്കുന്ന സബ്ജക്റ്റ് ആയിക്കോട്ടെ എല്ലാം വലിയ രീതിയിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽപ്പിനെ റീഗെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് തലമുടിയൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവങ്ങൾ കാരണം നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്ന അവസ്ഥയിൽ ഇതൊക്കെ നമുക്കൊരു കൗൺസിലർ അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്കത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഓരോ ടിപ്സും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആളുകളാണ് ഈ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അതുപോലെ തന്നെ എംപതി, മറ്റുള്ളവരോടൊരു സഹതാപ മനോഭാവവും ഒക്കെ ഉള്ള ആളുകൾക്ക് പറ്റിയൊരു കോഴ്സാണ് ഈ ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ സർവീസ് ചെയ്യണം എന്നുള്ള മെന്റാലിറ്റിയുള്ള ആളുകൾക്ക് പേഷ്യന്റുമായിട്ട് ഡയറക്റ്റ് ഇടപെടാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ല കോഴ്സ് തന്നെയാണ്. അടുത്തതെന്ന് പറയുന്നത് BSc ഡയാലിസിസ് ടെക്നോളജിസ്റ്റ് ആണ്. BSc ഡയാലിസിസ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഡയാലിസിസ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള കിഡ്നി ഫംഗ്ഷൻ അവസാനിപ്പിക്കുന്ന ആ ഒരു ടൈമിൽ കിഡ്നി ഫെയിലിയർ ആവുന്ന സമയത്ത് കിഡ്നി ചെയ്യേണ്ട പരിപാടികളൊക്കെ അല്ലെങ്കിൽ കിഡ്നി ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ മുഴുവൻ ഒരു മെഷീന്റെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഒരു ഡയാലിസിസ് ടെക്നീഷ്യന്റെ റോൾ എന്ന് പറയുന്നത് ആ മെഷീൻ ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ടൈമിൽ പേഷ്യന്റിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും അവരാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇതൊരു വലിയ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് ഈ ഒരു ഡയാലിസിസ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് BSc കാർഡിയോളജി ടെക്നീഷ്യൻ ആണ്. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളാണ് ഈ കാർഡിയോളജി ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ഹാർട്ടിന്റെ ഓരോ സർജറി അല്ലെങ്കിൽ ഹാർട്ടിന്റെ ടൈമിലൊക്കെ നമ്മുടെ ഒരു കാർഡിയോവാസ്കുലർ ടെക്നീഷ്യൻ നമ്മളെ വന്ന് സമീപിച്ചിട്ട് നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, ഹാർട്ടിന്റെ റിതം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് നോർമൽ ആണോ, ബ്ലഡ് വെസൽസിന്റെ കണ്ടീഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മളുമായിട്ട് പറഞ്ഞു തന്ന അതുപോലെ ഒരു ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ജോബാണ് ഈ കാർഡിയോവാസ്കുലർ ടെക്നീഷ്യൻ ചെയ്യുന്നത്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നീഷ്യൻ ആണ്. മെഡിക്കൽ ഇമേജിംഗ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള കോംപ്ലെക്സ് ആയിട്ടുള്ള ഓർഗൻസ് ആയിട്ടുള്ള ലങ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലിവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ ഓർഗൻസ് എങ്ങനെയാണ് നോർമലി ഫങ്ഷൻ ചെയ്യുന്നത്, ഒരു സർജറിക്ക് മുൻപായിക്കോട്ടെ അല്ലെങ്കിൽ സർജറിക്ക് ശേഷം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുമ്പോഴായിക്കോട്ടെ ഈ ഒരു അവയവങ്ങളുടെയൊക്കെ ആക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാരാമെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളാണ് ഈ മെഡിക്കൽ
ഇമേജിംഗ് ടെക്നോളജിയിൽ വരുന്നത്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ന്യൂറോ ടെക്നീഷ്യൻ ആണ്. മെഡിക്കൽ ന്യൂറോ ടെക്നോളജി പഠിക്കുന്ന ആളുകളാണ്. ഇത് നമ്മുടെ ബോഡിയിലെ ബ്രെയിനിലെ ന്യൂറോൺസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സർജറി ടൈമിലൊക്കെ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ്. എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസും അതുപോലെ തന്നെ ഓരോ നരമ്പുകളും ഒക്കെ വർക്ക് ചെയ്യുന്നത്, ബ്രെയിനിന്റെ അവസ്ഥ എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അവർ അസിസ്റ്റ് ചെയ്ത് നോക്കി ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഈ ന്യൂറോ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് റേഡിയോ ടെക്നീഷ്യൻസ്. അല്ലെങ്കിൽ റേഡിയോ ടെക്നീഷ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റേഡിയോ തെറാപ്പിയൊക്കെ ചെയ്യുന്ന കീമോതെറാപ്പിയൊക്കെ ചെയ്യുന്നത് ക്യാൻസർ അല്ലെങ്കിൽ ഓൺകോളജി ആ ഒരു ടൈമിലാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആണ് ഈ റേഡിയോ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ 3 കോഴ്സസും പുതിയതായിട്ട് LBSന്റെ കീഴിൽ ലാസ്റ്റ് ഇയർ വന്നിട്ട് ആഡ് ചെയ്തിട്ടുള്ള കോഴ്സുകളാണ്. ഈ വർഷം ഇതുപോലെ പുതിയ പുതിയ കോഴ്സുകൾ LBSന്റെ കീഴിലൂടെ നിങ്ങൾക്ക് ഗവൺമെന്റ് ആയിട്ടും പ്രൈവറ്റ് ആയിട്ടും പഠിക്കാനായിട്ട് ചേരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് 13 കോഴ്സുകളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്കോപ്പുള്ള 13 കോഴ്സുകളാണ്. എവിടെയാണെങ്കിലും ഫോറിനിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഇന്ത്യയിൽ എല്ലാവിടെയാണെങ്കിലും നല്ല രീതിക്ക് സാലറി കിട്ടുന്ന അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള കോഴ്സുകളാണ് ഈ LBSന്റെ കീഴിലുള്ള 13 കോഴ്സുകളും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് സാലറി വാങ്ങിച്ച് നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. കാരണം അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള കോഴ്സുകളാണ്. അതിൻ്റെ സൈറ്റ് നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ www.lbscenter.com എന്ന് പറയുന്ന സൈറ്റ് വിസിറ്റ് ചെയ്യുക. ആ സൈറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റിന്റെ പ്രോസസ്സിലാണ്. അല്ലാതെ മറ്റു രീതിയിലുള്ള യാതൊരുവിധ കുത്തിക്കയറ്റലും കാര്യങ്ങളും ഒന്നും ഇതിന് പിന്നിലില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് വിശ്വസിച്ച് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കോഴ്സിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയുകയാണെങ്കിൽ ഞാനത് അടുത്ത വീഡിയോയിൽ പരിഗണിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.